വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ വസ്സാഫാത്തി സഫ്ഫാ നൂൻ. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഖുർആനിൽ കൂടുതൽ നീട്ടി ഓതുന്നത് കാണാം. അവിടെയൊക്കെ ഈ അടയാളവും ഖുർആനിൽ കാണുന്നുണ്ട്. എന്താണ് ചില സ്ഥലങ്ങളിൽ മാത്രം നീട്ടി ഓതുന്നത്? ചില സ്ഥലങ്ങളിൽ സാധാരണത്തെ പോലെ ലനസ്ഫഅൻ ബിന്നാസിയ നാസിയ നാ ഇത്ര മാത്രമേ നീട്ടുന്നുള്ളൂ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ 3 എണ്ണമാണെന്ന് നമുക്കൊക്കെ അറിയാം. മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ. അലിഫ് ഫത്ഹയെ നീട്ടാൻ ഉപയോഗിക്കുന്നതാണ്. വാവ് ലമ്മയെ നീട്ടാൻ ഉപയോഗിക്കുന്നതാണ്. യാ കെസ്റയെ നീട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഈ മദ്ദക്ഷരം ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുക, അതിനെയാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ കബീർ, കബീർ ഇത് തമ്മിലൊരു വ്യത്യാസമല്ലേ? കബീർ എന്ന് പറയുമ്പോൾ അവിടെ 3 അക്ഷരങ്ങളാണുള്ളത്. ക ബി ർ. കബീർ എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടുന്നുള്ളൂ, പക്ഷേ അവിടെ 4മതൊരു അക്ഷരം യാ വരുന്നുണ്ട്. ആ യാഇനെ ഉച്ചാരണത്തിൽ കൊണ്ടുവന്ന ആ സമയം കബീർ. നേരത്തെ പറഞ്ഞതുപോലെ നാസിയ, നസിയ, നാസിയ, ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇതിനു വേണ്ടി മാത്രം നീട്ടുന്നത്. അപ്പോൾ മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനെ മദ് അസ്ലി എന്ന് പറയുന്നു. ഇനി അതിനപ്പുറത്ത് മദ് ഫർഈ ഉണ്ട്. ഫർഈ പല ഇനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം.